വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം. വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനം. രാവിലെ ചെറിയ മഴ പെയ്തെന്ന് തോന്നുന്നു. എപ്പോഴാണോ പെയ്തെന്ന് അറിയത്തില്ല. സീതാരാഘവമരുൾ സൂന സംവാദം പുത്രനായ ബാലിയെ വധം ചെയ്തു. ഐ ഡി കാർഡൊക്കെ എടുത്തല്ലോ അല്ലേ? ഒരു കുറച്ച് ചില്ലറ ആക്കണമല്ലോ. ഞാനോട് ഇരിക്കാനേ ചില്ലറ. എന്നും ഈ പറക്കാൻ കഴിയലാഞ്ഞിട്ടാണ് ഈ സ്കൂൾ ബസ്സിന് പോകാൻ കഴിയുന്നത് പറയുന്നത്. ആ 800 ഒരുമിച്ചങ്ങ് അത് ഗൂഗിൾ പേ ചെയ്താൽ പോരാ. എന്നും ഈ ചില്ലറ എവിടെ നിന്ന് മറക്കും? കൊള്ളാം അല്ലേടാ? ചെരുപ്പിന് ആരുടെ ചേച്ചി സ്കൂളിൽ പോയി. ഇതെടുത്തായിരുന്നോ ഫോൺ? എൻ്റെ ഫോണല്ലല്ലോ എടുത്ത. അവിടെ കുത്തിയിട്ട പിന്നെ ആരുടെ ഫോണാ? ആണോ? കാർഡൊക്കെ ഉണ്ടല്ലോ, പൈസയൊക്കെ ഉണ്ടല്ലോ. എന്നും മറ്റേ വണ്ടിക്ക് പോകുന്ന പോലെ അങ്ങ് പോകല്ലേ. മൈ ബസ് കിട്ടുമായിരിക്കുമല്ലോ. എൻ്റെ ചേട്ടായിക്ക് ജോലിക്ക് ചേട്ടാ പോകുന്നില്ല. ചേട്ടാ ലീവ് എടുത്തു. ചേട്ടായുടെ കൂട്ടുകാരൻ വിനോടെ അമ്മച്ചി മരിച്ചുപോയി. അപ്പം ചേട്ടാ കട്ടപ്പനയ്ക്ക് പോകുവാണ്. എന്താണ് ഇവിടെ? ആ വേണ്ട വേണ്ട വേണ്ട, എൻ്റെ പൊന്നാവത്തിലൊന്നും. ഓനോ 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 വേറെ കുഞ്ഞ് ദൈവമേ എന്താ നിൽക്ക് അങ്ങോട്ട് ഫാൻ ഇട്ടേക്കുന്ന എന്നാ തന്നെ നിനക്ക്? പൊക്കെ 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 ഇവിടെ നിന്ന് പൊക്കെ അത് വരിക. ഞാൻ പണ്ട് തൊട്ടേ ഈ മരിച്ചെടുത്ത് അങ്ങനെ പോകത്തില്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും ഒട്ടും പോകത്തില്ലായിരുന്നു. പിന്നെ ഈ ഇച്ചിരി കുറച്ചിങ്ങോട്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചില സാഹചര്യങ്ങളിൽ പോകേണ്ട അത്യാവശ്യം ഉള്ളതുകൊണ്ട് മാത്രം വേണോ വേണ്ടയോ എന്നോ അല്ലെങ്കിൽ എങ്ങനെ പോകാതെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രം പോകാറുണ്ട്. ഞാൻ കട്ടപ്പനയ്ക്ക് പോയി. ഇന്നൊരു മരണമാണ്. കുട്ടിക്കാലത്തായിരുന്നു അവർക്ക്. നമ്മളെ വണ്ടി പിടിച്ചു അവൻ്റെ ഫോട്ടോയും കൂടെ പിടിച്ചതാണ്. പെണ്ണുങ്ങൾ മാത്രമേ പ്രിയദർശിനി
പോകുമ്പോൾ അവൻ്റെ ദിവസം പോയില്ല, ഭയങ്കര ബന്ധം പോലെ ഒരു ബുദ്ധിമുട്ടാണ്. പോകാതിരിക്കാൻ ഒന്നുമില്ല. ഇന്നലെ ഒന്നും പറഞ്ഞില്ല. പുള്ളിയൊക്കെ ഇന്നലെ വൈകിട്ട് പറഞ്ഞ വൈകിട്ട് ചെയ്യാമെന്നായിരുന്നു. എന്തായാലും ഒന്ന് പുള്ളി ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞാൽ 2-3 ദിവസത്തെ മനോഹരമായ വെയിലിന് ശേഷം ദേണ്ടേ ശക്തമായ മഴയ്ക്കുള്ള വരവാണ്. കാറ്റ് എന്തൊക്കെയോടാവട്ട് പോകുന്നുണ്ട്. എന്നാണ് കാറ്റാണ്. മഴ എത്ര വേണേലും പെയ്തോട്ടെ, ഇടിയും പെട്ടാതിരിക്കുക, കാറ്റുണ്ടാവാതിരിക്കുക. മഴ വരുന്നുണ്ട്. എന്തോ നല്ല മഴക്കാറാണ്. ഇന്ന് മൊത്തം മഴയാണ്. കുച്ചേ സുന്ദരിമോനെ എവിടെ നിന്ന് മഴയാ. ചലേ 2 തുണിയും കൂടെ ഉടക്കണം. അതും കൂടെ അങ്ങ് എടുത്തേക്കാം. ഇന്നലെ ഉണങ്ങാത്ത കൊണ്ട് എടുക്കാതിരുന്നു. ഇവിടുത്തെ ഒരൊറ്റ കോഴിയെ കാണുന്നില്ല. നോക്കിക്കേ, നിങ്ങളൊക്കെ ഇവിടെ പോയി കിടക്കുവാ. ചില സമയം ഇവിടെ ഒരെണ്ണത്തിനെ കാണാൻ പാടില്ല. അങ്ങാണ്ട് പോകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് നമ്മുടെ ഈ കോമ്പൗണ്ട് വിട്ട് അങ്ങനെ ഇതാണ് മക്കളെ. വരുന്നുണ്ട് കണ്ടോ. ചിക്കിന് വരാലേ. ഇതൊക്കെ നനഞ്ഞോ. മഴയാണ് മക്കളെ, മഴയാ. കാറ്റ്. ഇത് തെങ്ങിൻ പൂക്കൊല അവിടെ ഉണ്ട്, കാണാൻ പറ്റുന്നില്ല. കാറ്റുണ്ട് കേട്ടോ. കാറ്റിനൊരു പഞ്ഞമില്ല. വെണ്ണിലെ പൊയ്കയിൽ അതിനകത്ത് ഇരുന്ന മഴ വരുന്നുണ്ട്. ദിവേ എത്ര നേരമായി അതന്നെ ഇരുന്ന് കണ്ടോണ്ടിരിക്കുന്നേ? മാറ്റി പിടിച്ചേ. ചുമ്മാ ഇരുന്ന് ഓടിച്ച് വിട്ടിട്ട് അതിന്റെ ബാറ്ററി മൊത്തം തീർക്കണം കേട്ടോ. എന്നാ താഴെ വരെ ഒന്ന് പോണം. കുടുംബശ്രീയുടെ എന്തോ ലോക്കോസോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടേ. ഈ പുതുക്കുന്ന കണ്ടാന്ന് തോന്നുന്നു. അതിന്ന് ചെന്നില്ലെങ്കിൽ
ഇന്ന് ചെന്ന് നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്ത് എന്തൊക്കെയോ സംഭവമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ന് ചെയ്തില്ലെങ്കിൽ അത് നമ്മളെ കുടുംബശ്രീയിൽ നിന്ന് ഔട്ടായി പോകുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനൊരു സംഭവം ഉണ്ട്. ഞാനെന്നാൽ നേരത്തെ വിചാരിച്ചെന്ന് വെച്ചാൽ ഇവൾക്ക് സ്കൂൾ ബസ് വെള്ളിയാഴ്ച വരുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അവരിപ്പോൾ പറഞ്ഞേക്കുന്നത് വെള്ളിയാഴ്ച ഇല്ല, തിങ്കളാഴ്ച തൊട്ടിനി വിട്ടാൽ മതി എന്ന് പറഞ്ഞു. ഹോയ്, അപ്പം ഞാനെന്നാൽ ഇവളെയും കൊണ്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അല്ല പറ്റത്തില്ല, ചെന്നില്ലേലും പറ്റത്തില്ല. കണ്ടോ കണ്ടോ, ഈ ഒരു ഗ്യാപ്പിൽ കൂടെയാണ് എടുത്ത് ചാടുന്നതെന്ന് ഓർക്കണം. ഭയങ്കര കേട്ടോ, എന്നെ അടിച്ചാലും വരും. ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇതിലേ കൂടെ എങ്ങാണ്ട് എങ്ങനെയൊക്കെയാണോ ഇത് കയറുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. ഇതിലേ കൂടെ കയറാനിത് ആ ഗ്യാപ്പിൽ കൂടെ അതിലേ കൂടെ ചാടും കേട്ടോ. അപ്പോൾ ശാമ്പുവിയും കൊണ്ട് പോകണം. അവിടെ ചെന്ന് അലമ്പുണ്ടാക്കും. ഇപ്പോഴേ പറയുന്നില്ല, പോകുന്ന സമയമാകുമ്പോഴേക്കും അവളെ ഒരുക്കി ഇതിലേ കൂടെ നടത്തിക്കൊണ്ടു, ഇതിലേ കൂടെ ഈ പറമ്പിൽ കൂടെ. ഇതൊരു താഴ്ഭാഗത്താണ്, പക്ഷെ അവൾ അലമ്പുണ്ടാക്കും. ഇത്രയും സമയം എടുക്കുമ്പോൾ മിക്കവാറും അവൾ അലമ്പാവുമായിരിക്കും. കൊണ്ടുപോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, ചെയ്യില്ലാതിരിക്കാൻ പറ്റത്തില്ല. ചെന്നില്ലെങ്കിൽ അവർ അതിനകത്തുനിന്നും ഔട്ടാക്കും നമ്മളെ, നിർബന്ധമായിട്ടാണെന്ന് പറഞ്ഞു. ഒരു ടെൻഷനാണ്, ഇവളെയും കൂടെ പോകുന്നത് ടെൻഷൻ തന്നെയാണ്. കാരണം ഇവള് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയത്തില്ലല്ലോ. ഇപ്പം നാരായണി ആരെല്ലാം കൂടെ ഉണ്ടായിരുന്നേ കുഴപ്പമില്ലായിരുന്നേ. തന്നെ ആകുമ്പോൾ നോക്കാം. പിന്നെ ചേട്ടാ ഇന്ന് നേരത്തെ വരുമായിരുന്നു, നല്ലതായിരുന്നു. ചേട്ടാ കട്ടപ്പനയ്ക്ക് പോയി, ആ സമയത്തൊന്നും വരുമെന്ന് തോന്നില്ല. 2 മണിക്കേത്, ആ സമയത്ത് ചേട്ടാ വരത്തില്ല. ശ്യാമളമ്മയാണെങ്കിൽ ഈ ആഴ്ച വരുമെന്ന് തന്നെ അറിയത്തില്ല. കാരണം ശ്യാമളം ജയച്ചാച്ചി ഈ പ്രാവശ്യം വരുന്നില്ല എന്ന് പറയുന്നത് കേട്ടു. അതുകൊണ്ട് ശ്യാമളമ്മ ഈ പ്രാവശ്യം വരുന്ന കാര്യം കഷ്ടമാണ്. ചിലപ്പോഴാണെങ്കിൽ ഇടയ്ക്ക് ഞായറാഴ്ചയോ ശനിയാഴ്ചയോ, നാളെ വരുവാണെങ്കിൽ തന്നെ നാളെ ആയിരിക്കും വരുന്നത്. പിള്ളേരെ കാണാൻ വല്ലതും വരുമായിരിക്കും, അറിയില്ല, ഒന്നും പറഞ്ഞില്ല. ഞാൻ കഴിച്ചിട്ടില്ല. നീ ഇങ്ങനെ ഓരോരോ സാധനം കൊണ്ട് കാണിച്ചിട്ട് അത് കഴിച്ചോ ഇത് കഴിച്ചോ എന്ന് ചോദിച്ചാൽ നീ പറ, നീ ആലോചിച്ച് നോക്കിയിട്ട് പറ. ഓ, കഴിഞ്ഞ മുഖ്യമന്ത്രിയാ നമ്മുടെ. ആരാത്? മോദിയാണോ മുഖ്യമന്ത്രി? പിണറായി വിജയൻ. പിണറായി വിജയൻ അതാന്ന് പിണറായി വിജയൻ. ജയചാച്ചി അല്ലത്, മുഖ്യമന്ത്രിയാണോടി മോദി. മോദി ആരാ നമ്മുടെ? പ്രധാനമന്ത്രിയാണ് മോദിജി കേട്ടാ. അവരോട് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി അല്ല പ്രധാനമന്ത്രി ആയിരുന്നു ചോദിക്കുമ്പോൾ പറയാം ഷംസ് വന്നു. വിദ്യാഭ്യാസ മന്ത്രിയാണത്. എൻ്റെ പൊന്നെ, അമ്മ വഴക്ക് പറഞ്ഞതോ? നല്ല കയ്യിലിരിപ്പാണല്ലോ കുഞ്ഞിൻ്റെ, അപ്പം പിന്നെ അമ്മ വഴക്ക് പറയത്തില്ലല്ലോ. ഇതേ ഇങ്ങനെ ഓടിക്കാനാണ് ഇങ്ങനെ റിമോട്ട് ഇങ്ങനെ ഇത് കണ്ടുകൊണ്ടിരുന്നേ. ഏതെങ്കിലും കാണ്, ഏതാ വെക്കുന്നേ? നമ്പേഴ്സ് ആണോ പെയിന്റ് അടിക്കുന്നേ? കണ്ടോ, റിമോട്ട് എൻ്റെ കയ്യിരിക്കും. ഇരുന്ന് കണ്ടോ, ആ സൈഡിൽ നിന്ന് കണ്ടോ. എടി ശാംഭവി, ശ്യാമളമ്മ വരുമെന്ന് വിളിച്ച്. ജയച്ചാച്ചി ഇല്ല, ശ്യാമളമ്മ എങ്ങനെ വരുന്നത്? എൻ്റെ ആശുപത്രിയിലും കണ്ട് വരുന്നതാണെന്ന് തോന്നുന്നു. പിന്നെ ഞാനിവിടെ കിടക്കും. ശ്യാമളമ്മയാ വരുന്നത്. എന്നാ ഞാൻ ഇവളെയും കൊണ്ട്, ദൈവമേ പറയാൻ ഞാൻ നന്നായി. ഇവളെയും കൊണ്ട് പോകാൻ വേണ്ടി ആലോചിക്കട്ടെ. ഇവളെയും കൊണ്ട് ഞാൻ ഞങ്ങൾ താഴെ വരെ പോകാൻ വേണ്ടിയിരുന്ന ദൈവമേ. നന്നായി ഇവളോട് പറയാതിരുന്ന, അല്ല ഇപ്പൊ ഇവള് എൻ്റെ കൂടെ പോകാം, അമ്മ വന്നാലും എൻ്റെ കൂടെ വരാൻ വേണ്ടി കിടന്ന് ബഹളം വെച്ചാനെ. അല്ലെങ്കിലും പറയത്തൊന്നുമല്ല, സമയം എവിടെ പോകുന്ന കാര്യം പറയത്തില്ല. ആണല്ലേ? ശ്യാമളമ്മ വരുന്നതിനുള്ള താല്പര്യമല്ല, ശ്യാമളമ്മയുടെ ഫോണിനോടുള്ള താല്പര്യം. എന്നാ ഫോൺ തരുന്നില്ല. ആര്? വേണ്ട, ഫോൺ തരത്തില്ല. പിന്നെ ഉടുപ്പ് കൊടുത്തു. പിന്നെ ദൈവമേ, ഞാനോട് എന്റെ അമ്മയോടുള്ള സ്നേഹം കൊണ്ടാന്ന്. കൊള്ളാടി എടി, ഞാൻ ഒച്ച കുറയ്ക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇതിന് ഒച്ച കൂട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? വരുമെന്ന് ഇപ്പൊ വിളിച്ച്.
ചേച്ചി അവിടെ പറ ചേച്ചി വരുന്ന പറ എനിക്ക് ജയചാച്ചി വരികയല്ലെന്നാ പറഞ്ഞേ. ഇപ്പൊ വരുന്ന പറഞ്ഞ ജയചാച്ചി വരികയായിരുന്നു. ചേച്ചാ അതിന് വരുന്നല്ല, അമ്മ എന്താ ആഴ്ച എവിടെ അങ്ങനെ വന്നാ. ചേച്ചി ശനിയാഴ്ച വീട്ടുണ്ടോ? ഓടി പോയി ശ്യാമയായിരിക്കൂടി. അവിടുന്ന് ഇവിടം വരെ വരാനാ സമയം വേണം തോന്നുന്നു. ആഹാ, 2 ആഴ്ചയല്ലോ വന്നിട്ട്. കഴിഞ്ഞ ആഴ്ച വന്നില്ലായിരുന്നു. ഇത് ഭയങ്കര സർപ്രൈസ് ആയി പോയല്ലോ. ഇതിനൊരു സാരി കൊടുത്ത് ഞാൻ കൊച്ചിനോട് പറയുമായിരുന്നു അമ്മ വരുമെന്ന്. പറ, ഇതന്നെ എവിടെ പോയിട്ട് വരുവാണല്ലോ, വല്ല കല്യാണമായിരുന്നോ? ഈ സാരിയെ കൊടുത്ത് അല്ല, ഈ സാരിയെ കൊടുത്ത കാര്യം ഈ പറഞ്ഞേ. ഇരുന്നിരുന്ന് പോകുന്ന സാരി അല്ല ഇത്. കണ്ടോ, സ്നേഹമാണ്, സ്നേഹം സ്നേഹം. ഓലാട്ടി ഓലാട്ടി ഇപ്പൊ അങ്ങോട്ട് മണ്ട കയറിയപ്പോ കെട്ടിപ്പിടിക്കും വേണേ അവന്. പിന്നെ ഓടി വന്നിട്ട് അവന് കഴുത്തെ ഞാൻ പിന്നെ പെട്ടെന്നേ പോകാൻ വേണ്ടി സമയമായി. അപ്പം ഇതോ അത് ഇത് കൂട്ട ഇത് മേടിച്ചതാ. ചേച്ചാ ഞാൻ ഗുളി കിട്ടാൻ പാടാന്നേ. ഏതാ? അപ്പൊ ഔഷധി പിന്നെ ഇങ്ങോട്ടോടെ വന്നേച്ച് പോവാൻ 2 ദിവസം കഴിയുമ്പോ 2 ദിവസം നിന്നേച്ച് പോവാൻ. ചേച്ചി നാളെ വരികയെന്നുള്ള ഉറപ്പായോ? അത് ഉറപ്പാ. എന്തോ കൊച്ചിന്റെ കഴിച്ചാലേ എന്ത്? അത് സ്കൂളിൽ പോകുമ്പോ ഊരി വെക്കല്ലേ. അതല്ല, ഇവിടെ ഞാൻ ശ്യാമമ്മ വരുമെന്ന് പറഞ്ഞേ അമ്മ വിളിച്ചപ്പോ. അപ്പൊ പറയണേ ഞാൻ ആ പെണ്ണിനെ ഒരുക്കുന്ന കാര്യമൊക്കെ അങ്ങ് പറഞ്ഞേ. അല്ല, അമ്മയുള്ള സ്നേഹമല്ല, അവക്ക് ആ ഫോൺ കിട്ടും. നീ എന്നെ എന്നാ ചോദിച്ചാ പെണ്ണിനെ ഒരുക്കണം, എന്റെ ഫോൺ നിനക്ക് വേണം അല്ലേ? അപ്പൊ ഇന്നെ കറിയാ കറി ഞാൻ ഇത് വഴുതനങ്ങ ഉപ്പേരി. പുള്ളിയോ എവിടുന്ന് എടുത്ത് മേടിച്ച മാമ? അല്ല, എവിടുന്ന പുള്ളിയെ വിളിച്ചേ? ടിവിയുടെ അവിടുത്തെ. എടി നമ്മള് മറ്റേ ഇങ്ങോട്ട് മെയിൻ റോഡിൽ ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ട് മുക്കിലില്ലേ അവിടെ കോസ്വേഡ്. അവിടുന്നാ എന്തോ ഈ കാണിക്കുന്നേ? എന്ത് ഇതായിട്ടോ ഞാൻ ചോദിച്ചു മെറ്റോമാർക്കൊക്കെ ഭയങ്കര ഇത്. അവന്മാർക്ക് പിന്നെ അമ്മമാര് പിന്നെ എന്നാ കാണാൻ അവിടെ ഓട്ടോ ഇട്ടേക്കുന്നത്. പരിചയമുള്ളവരല്ല ഒരെണ്ണം കയറി വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. ജയചാൻ എങ്ങനെ ഉണ്ട് ഇപ്പം? ജയചാൻ എങ്ങനെ കാല്? മരുന്ന് കഴിച്ചോണ്ടിരിക്കുന്ന ആ മരുന്നേ അത് പേട്ട മൊത്തം നോക്കി പാലേരെണ്ണോ ചോദിച്ചാൽ അവിടെ ഇല്ല. അവിടെ വെക്ക്, അവിടെ വെക്ക് മോനെ. ഒരു സാരാണി കൊരട്ടെ അവിടെ വെക്ക്. കുഞ്ഞെ കുഞ്ഞെ ഈ സ്വഭാവം മാറ്റണം. എങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ, പൊറോട്ട ഒന്നും അല്ല, ഒരുപാട് കാര്യങ്ങള് ചെയ്യാനുണ്ട് കേട്ടല്ലോ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിനക്ക്. നിനക്ക് എന്ത് കണ്ട ആ ബാഗ് തപ്പുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് നിർത്തി വെച്ചേക്ക്. ശ്യാമളമ്മയുടെ തുണിയത് റംബൂട്ടാൻ കഴിഞ്ഞ പ്രാവശ്യം അവര് തന്നായിരുന്നല്ലോ, അവിടെ പറിച്ചപ്പം തന്നില്ലേ? ഇവിടുത്തെ റംബൂട്ടാൻ എല്ലാം കിളി കൊത്തി പോവാ. നമ്മളെ അണ്ണാൻ ചപ്പുവോ അവരതൊക്കെ പറിച്ചിട്ട്. അമ്മ നോക്കി അപ്പുറത്തുണ്ടായിരുന്നു, അതെ അവിടെയൊക്കെ റംബൂട്ടാൻ അവർ പറിക്കാനുണ്ട് അവിടെയൊക്കെ. അതുകൊണ്ട് ഇത്രയും ഭാഗത്ത് ദൈവമേ ഒരു 10 സെന്റ് സ്ഥലത്തിനകത്ത് നടക്കും ഒരു റംബൂട്ടാന്. അങ്ങനെ അവിടെ പാറയായിട്ടാണോ പിന്നെ അങ്ങനെ വെച്ചേക്ക് പോയി ഒരു പിടുത്തവുമില്ല. ഞാൻ പോയിട്ടേ ടി വി ഓഫ് ചെയ്ത് ഇപ്പോൾ ഫോണിലായി ഒരു ഗെയിം. നമ്മളെ ഇവിടുന്നേ 28-ന് പിണ്ണക്കനാട് വന്നിറങ്ങിയല്ലേ? സൂപ്പർ സാധനോ. പേട്ടവണ്ടി ഉണ്ടല്ലോ താഴോട്ട് വന്ന് തിരിഞ്ഞ് നമ്മളെ വെല്ലിച്ചമലയില്ലേ ആ റൂട്ട്
ആ ആ റൂട്ട് വരുന്ന ബസ്സല്ലേ നെറ്റ് ഇട്ടേക്കുമല്ലേ? നെറ്റ് ഇട്ടേക്കുന്നു. നെറ്റോ? ആ ഒരു ദൈവമേ, ഒന്ന് കാണണം. തീർന്നു, ഇനി തൊട്ടത് ഉണ്ടാവത്തില്ല. കണ്ണ് വെച്ചു കണ്ണ് വെച്ചു കണ്ണ് വെച്ചു മദറേ. പിന്നെ അത് കണ്ടു. പിന്നെ ഞാൻ ഒരു 10-15 മിനിറ്റുള്ളിൽ വരും കേട്ടോ. ആ അപ്പൊ ഈ ഫുഡ് ഏത് നേരം ചിലക്കും ആ പക്ഷിക്ക് ചിലക്കണ്ടേ? ചിലച്ചാ വഴക്കാന്നാ പറയുന്നത്. ഓ, ഇവിടെ ചിലക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വഴക്കുണ്ടാക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ഇതിൻ്റെ കടലാസ് എല്ലാം കൂടെ അവിടെ കിടക്കുന്നത്. ഏതാ അത്? പേപ്പർ. പെണ്ണുങ്ങളൊന്നും അങ്ങോട്ട് വണ്ണം വെക്കുന്നില്ലോടി. ആ, അടുത്തത് എന്തിനാ വണ്ണം വെക്കുന്നത്? ഇത് ഒരെണ്ണം കയറി പോകുന്നുണ്ടോ? കോഴി കയറി പോകുന്നുണ്ടോ? ഇവിടെ അത് ഞാമായിട്ട് ഇരിക്കണോ? പിന്നെ അതുങ്ങൾ സ്ഥിരം കയറുന്നത്. അതാണ് പൊടിയൊക്കെ തിന്നാൻ കയറുന്നത്. അതുങ്ങൾ അവിടെ സ്ഥിരം. ചെല്ല്, പോയിരുന്നോ, അവിടെ പോയിരുന്നോ. ഇല്ലില്ല, ഞാനിവിടെ ഇറങ്ങുന്നുണ്ട്. എന്നാപ്പാ? കൊച്ചിൻ്റെ അടുത്ത് പോയിരുന്നോ? അല്ലാന്നോ? ചിരിക്കല്ലേ പെണ്ണെ കല്യാണി. താഴത്തെ ആ ചേച്ചി വരാമെന്ന് പറഞ്ഞിട്ട് ഈ നേരം വരെ അത് വന്നില്ല. 2 മണിക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. എന്നെ കണ്ടിട്ട് നീ എന്തിനാ കുരയ്ക്കുന്നേ? പറ. അഴിച്ചുവിടണോ അഴിച്ചുവിടണോ അഴിച്ചുവിടണോ? ഇതിന് നിന്റെ അമ്മ വന്നിട്ടുണ്ട്, വല്യമ്മ. അഴിച്ചുവിടും. അമ്മയെ കണ്ട് ഇനി അഴിച്ചുവിടാനായിരിക്കും. ഇപ്പൊ കണ്ടോണേ, അഴിച്ചു വിടുമ്പോ അവളുമാരെ എല്ലാം കൂടെ പറപ്പിക്കും. അഴിച്ചു വിടുന്നുണ്ടോ? ഇല്ലോ ഇപ്പൊ വിടുന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ തുറന്നിട്, അല്ലെ അവനിവിടെ കിടന്നുണ്ട്. അത് വീണ എന്നാടാ? ഈ പുളി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് കമർപ്പൊന്ന് കളയും. എന്നിട്ട് പിന്നെ തേങ്ങ അരച്ച് കാറ്റുന്നാലും വെക്കും. അവരൊക്കെ പടിഞ്ഞാറുകാരും അവർക്കൊക്കെ ഇങ്ങനെയുള്ള കറികളൊക്കെ വിടും. അജിനെ വിളിക്കുന്നു. എന്നാ ശരിയേ, പിന്നെ ചേച്ചി നോക്കിന്നിട്ട് കാര്യമില്ല. പട്ടി അഴിച്ചു വിടാൻ അല്ലെങ്കിൽ ഞാൻ പോയപ്പോ വരാം. തുണിയൊക്കെ എൻ്റെ പൊന്നോ, ജെറ്റ് പോകുന്ന പോലെ പോകുന്നത്. ഇപ്പം അവിടെ വരെ പോയി ഒന്ന് ഒപ്പ് വെച്ചിട്ട് ഓടി വരും. എൻ്റെ പോയി അവനെ ചുമ്മാ കെട്ടിട്ടല്ല, അവനിങ്ങനെ അഴിച്ചു വിടണം. ആ പിന്നെ അഴിച്ചു വിടണ്ടെന്ന് ആരാ പറഞ്ഞേ? അടുക്കളയിലൊക്കെ കയറും, അതിനെ അഴിച്ചു വിട്ടാൽ ശരിയാവത്തില്ലെന്ന് ആരാ പറഞ്ഞേ? അത് അന്ന് മൊത്തം ആഴ്ച ഒത്തിരി നേരത്തേന് ചുമ്മാ അങ്ങനെ വിടായിരുന്നു ഞാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പം ഞാൻ അഴിച്ചു വിടില്ലേ, അവൻ അവിടെ എല്ലാം പോയി അവൻ്റെ കാര്യമൊക്കെ സാധിച്ചിട്ട് വന്ന് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും 2 ഓട്ടം ഓടുമ്പോൾ അവൻ്റെ കാലും കൈയൊന്നും ഉണ്ട്. അന്നേരം അവനെ പിടിച്ചിട്ടുണ്ട്. ഇതൊന്ന് കെട്ടുമൂടി തന്നെ ഇട്ടാച്ച് വല്ലപ്പോഴും ഒന്നൊരു 3/4 മണിക്കൊന്നും അഴിച്ചു വിടേണ്ട കാര്യമൊന്നുമില്ല. അവനെ ഞാൻ അഴിച്ചു വിടുന്നുണ്ട്. വെള്ളം വന്നു ഒന്നല്ല നാളെ അവനെ ഞാൻ ഇന്ന് അഴിച്ചു, അവനെ ഞാൻ അഴിച്ചു വിടുന്നുണ്ട്. എന്നാ അഴിച്ചു വിട്ടിട്ട് അവനെ അവിടെ തന്നെ വന്ന് കിടക്കും. ഇപ്പം അങ്ങനെ അഴിച്ചു വിടും. കയറാന്ന് പറഞ്ഞു. അന്നേരം അതേ വന്ന് കയറിക്കോളും. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ പോയി ചാടി എൻ്റെ ഈ തോളയിലൂടെ അത് സ്നേഹം കൊണ്ടാണ്. കാണുമെന്ന് ഇപ്പം അവനറിയാം ഞാൻ അഴിച്ചു വിടുമെന്ന് അറിയാതെ അവൻ എന്നെ അത്രയും ബഹളം വെച്ചു. ഞാനവർക്ക് ചോറ് കൊടുത്തു വന്നു. വരുന്നുണ്ട് മഹദി. പതിനൊന്ന് മണിയായപ്പോൾ ഇവിടെ വന്നു. ഞാൻ പറഞ്ഞു 2 മണിക്ക്. ആര് പറഞ്ഞു? ഒരു 11 മണിക്കാണ് ഇട്ടതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നെ 2 മണിക്കാന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചു വെച്ചോ, പറഞ്ഞു 2 മണിക്ക്. പിന്നെ ഞാൻ പറഞ്ഞു തിരിച്ച് വീട്ടിൽ പോകാൻ പറഞ്ഞു. പിന്നെ തിരിച്ച് വന്നിട്ട് വിമല ചേച്ചിയെ കണ്ടായിരുന്നോ? പോയോ? യോ എന്ത് പാടാ? അറിയപ്പെടാ എന്നെ ചാടി കയറാൻ വേണ്ടി പോകാം. എല്ലാം എടുത്തായിരുന്നോ? പാസ്ബുക്കും ഇനി കുറച്ചൊക്കെ ഒക്കെ. അമ്മ അങ്ങോട്ട് നോക്കോ, പട്ടി കയറ്റിയിട്ട് അങ്ങോട്ട് നോക്കോ. പാസ്ബുക്ക് പിന്നെ ആധാർ കാർഡ്, അത്ര അത് മതി.
അതൊന്നും വേണ്ട. ആ ഫോണ് ഇതോ. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നുണ പറയുന്നവരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം ബീപ് ബീപ് എന്നുള്ള ശബ്ദം പുറപ്പെടുപ്പിവിശേ ആ സാധനം പുറപ്പെടും. പുറപ്പെടുവിപ്പിക്കും. അതിന് വേണ്ടിയായിരിക്കും. പിന്നെ അല്ലാതെ നമ്മളെ കുടുംബശ്രീയുടെ കാര്യത്തിന് വേണ്ടി പോകല്ലേ, അപ്പൊ നമുക്കിത് ആവശ്യമാണ്, ഒരു കരുതലിന് വേണ്ടി മാത്രം. ഇവിടെ ആയിരുന്നല്ലേ മറ്റേ റാണിയുടെ ട്യൂഷൻ സെന്ററിലാന്ന് പറഞ്ഞിട്ട് ഇവിടെ കഴിക്കുക. അത് നമുക്ക് വേണ്ടി ആരും ഇതിന്റെ മണ്ടല്ലോ ഇതല്ലേ ഇവിടെ താണ്ട് കണ്ടോ ഇവിടെയാ ഇതാണ്ട് അതാണ് സംഭവം. വേണ്ട അവള് കൊച്ചു പോയി വന്നല്ലോ. ഇതാണ് റാണിയുടെ ട്യൂഷൻ സെന്റർ. ഇപ്പോ പോവാണോ അയാനേ പോവാണോ? എന്നാ കരച്ചിലാണോ? അങ്ങോട്ട് അവിടെ നിന്ന് ചാടിയാൽ മതിയായിരുന്നല്ലേ. വേണ്ട, ഈ തലകുത്തി എങ്ങാനും വീണ തീർന്നു. പെണ്ണുങ്ങളെല്ലാം വന്നപ്പോൾ ആണുങ്ങളെല്ലാം ഇറങ്ങിപ്പോവാണോ? ഇത് കാണുമ്പോ ചിരിക്കണം കേട്ടോ. ഇത് കാണുമ്പോ ചിരിക്കണേ. ചിരിച്ചേ. കഴിഞ്ഞ ദിവസം എന്നെ കണ്ടായിരുന്നോ? ഓഫാക്കില്ല. എന്നാ വഴക്കണോ? പൂച്ചക്കുഞ്ഞാണോ പട്ടിക്കുഞ്ഞാണോ? ചത്ത കിടക്കണോ? വന്നല്ലേ? അവള് കൊച്ചു പറഞ്ഞായിരുന്നു. ഇത് അജീന ബീവി നമ്മുടെ സെക്രട്ടറി. ആരാണ് നീ? സെക്രട്ടറി ഞാനല്ലേ, സോറി, പ്രസിഡന്റാ. ഇതെന്നാന്നറിയോ? തക്കടിപ്പൊടി ഇത് വള്ളിയെ പിടിച്ച് വലിച്ചോ. എന്തോ സംഭവം ചെയ്യുന്നേ. ഫോട്ടോ എടുക്കുക. ആന്റിമാരുടെയൊക്കെ വീഡിയോ എടുക്കട്ടെ. ആ പാലമാണോ കാണുന്നേ? അവിടം വരെ വന്നായിരുന്നല്ലേ? ഞാൻ മുണ്ടൊക്കെ അതിൻ്റെ ബാക്ക് സൈഡല്ലേ, അപ്പുറത്തല്ലേ ഈ പൊങ്കോല്?
മുഴുവൻ പോയിരിക്കുന്ന പല്ല് കാണാവോ? എന്റെ എല്ലാത്തിനും പല്ലുള്ളതാ, ശരി പല്ലില്ലാത്ത. അതെ. അവര് പോവാൻ അവിടെ മുത്തേ പോകാം. മുത്ത് പറക്കണ്ടല്ലോ. പഠിച്ചോനോ അയ്യോ നിന്റെ ആയിരുന്നു ഈ പൂക്കടാ. അതൊരു വേറൊരു പൂച്ച. വീട്ടിൽ പോടി വേണേ. ഇല്ലെന്ന് കീറിട്ടില്ല. അതല്ല ഇല്ലെന്ന് പറഞ്ഞേ. നീ എങ്ങനെ പോകും കൊച്ചേ? നടന്നു. കട ഏത്? എവിടെ കട? ആ താഴത്തെ അപ്പുറത്തെ പുത്തൻചന്തല്ലേ? ആ അതോ എത്രാമത്തെ മീൻകട? 2-3 അല്ലേ? ആ അവിടെ ചെന്നിട്ട് നടന്നു പോവാ നീയാ? ഞായറാഴ്ച പറഞ്ഞേ. എന്താ നീ പറഞ്ഞത്? മറ്റേ സംഭവം എങ്ങനെ? നീ എറിഞ്ഞു തരുവോ? ലോണ് ഒന്നാലും നീ വരില്ലേ? പോവാ. എൻ്റെ അമ്മേ എല്ലാം ഓക്കെ ആണല്ലോ. എല്ലാം ഉണ്ടല്ലോ തോന്നുന്നു. ബലച്ചേച്ചി വിളിച്ചില്ലല്ലോ. ആ ബലച്ചേച്ചി ചിലപ്പോൾ നടന്നു വരുമോ? ആ ഞങ്ങൾ കണ്ണടച്ച് തുറന്നു. യെസ് ഇത് ഇതാ. പിന്നെ പറഞ്ഞു മറ്റേ റാണിയുടെ. അല്ലല്ല അത് ഇവിടെയാ. ആ അവിടെ ആയിരുന്നു ആദ്യം. ഇത് കിട്ടാത്ത നിങ്ങളേതായിരുന്നു? ശ്രുതി. ആ എല്ലാം ഇവിടെ തന്നെ അല്ലേ? അതെ ഞങ്ങളെല്ലാം ഇവിടെ ആയിരുന്നു. ഒരിടത്ത് തന്നെയാ. അയ്യപ്പാ ല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞ പരിപാടി വേണമെന്ന് പറഞ്ഞു. ആ വരുമ്പോ പൈസ കൊടുക്കാം. ആ ലാസ്റ്റ് നമ്മൾ കൊടുത്തില്ല. പിന്നെ കുറിച്ച് തരുന്നുണ്ട്. അത് നമ്മൾ അറിഞ്ഞാൽ മതി. നമ്മളെ കുറിച്ച് പൈസ ഇല്ലാതെ കുറിക്കല്ലോ. അപ്പൊ ഞായറാഴ്ച വരുമോ? ഒരു കമ്പെങ്കിലും ഇല്ലാതെ പറ്റത്തില്ലല്ലേ? എന്നാ പിന്നെ അതുകൊണ്ടോ കാണുന്നില്ലേ? എന്നാ പിന്നെ പെറുക്കാൻ മേലായിരുന്നോന്ന്.
ആനോ പോകുന്നില്ല വെറുക്കാൻ. പെരിയല്ലോ ചോദിച്ചേ. ആനെ വിളിക്കണേ, ഇല്ലക്കൂടെ വഴി പോവാം. എന്നാടാ പോടാ. അയ്യപ്പാ ശരണം. ഇനി ഒരു ജാറിലേക്ക് 1/2 കപ്പ് ചെറിയ തേങ്ങയും 10-12 അണ്ടിപ്പരിപ്പും 1 ഇഞ്ച് വലിപ്പത്തിലുള്ള കറുവപ്പട്ടയും 4 ഗ്രാമ്പും 3 ചെറിയ ഏലക്കയും 3 വറ്റപ്പ 1 ടീസ്പൂൺ പെരിഞ്ജീരകം അതിനെ ഇളക്കി റിസൾട്ട് ഒന്ന് നിർത്തിക്കമ്മേ. അതല്ല ആദ്യം പറഞ്ഞ എത്ര? ആദ്യം എന്തുവായിരുന്നു സ്കോർ? ഹിന്ദിക്ക് 100-ൽ 80 90? അത് കറക്റ്റ് പറഞ്ഞാൽ എനിക്കറിയത്തില്ല, നോക്കണം. അത് നോക്കിയിട്ട് ഏതാ മാർക്ക്? ഏതാ സത്യം പറയുന്നത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലെന്നും. ഓ യെസ് ഓഫ് കോഴ്സ്, മനസ്സിലായി. ഹോ എന്താ പൊന്നെ സമാധാനം. സേവ് ചെയ്യാൻ പറയണം. അതെ. ഫസ്റ്റ് നിന്റെ അപ്പനല്ലേ, ഇപ്പൊ ചെലവ് ചെയ്ത് തരും, നോക്കിന്ന് വെച്ചാൽ മതി. സന്തോഷം. ആരെങ്കിലും എല്ലാ മിക്കവരും തന്നെ കയറി. ആരാ? അവരോ ഗൗരിയൊക്കെയോ? എനിക്കറിയത്തില്ലായിരുന്നു നിന്റെ നമ്പർ. നകുല് ചോദിച്ചപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ പിന്നെ അവള് വരട്ടെന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല നിന്റെ നമ്പർ. +1 പാസ്സായി. ഇനിയിപ്പം അടുത്തത് ഓക്കെയാ. ഏറ്റവും പാട് നമുക്ക് എന്നാ അറിയോ? ഹിന്ദി. എന്നിട്ട് ഏറ്റവും എളുപ്പം ഏറ്റവും മാർക്കുള്ള ഹിന്ദിക്ക് പാടാന്ന് പറഞ്ഞത് ഹിന്ദി. നമ്മുടെ മുത്ത് മാറിക്കണേ. നിന്റെ വല്യമ്മയോട് ഞാൻ പറഞ്ഞത് ഇവിടെ നമുക്ക് റംബൂട്ടാനുണ്ടെന്ന്. നിന്റെ വല്യമ്മ പറഞ്ഞു, ഇവിടുത്തെ റംബൂട്ടാൻ വലിയ ടേസ്റ്റ് ഇല്ലെന്ന്. എന്നിട്ട് ഇപ്പൊ ഇത് കുത്തി പറിക്കുന്നു. ടേസ്റ്റ് ഇല്ലല്ലേ? പാവം, ടേസ്റ്റ് ഇല്ലല്ലോ. അത് തന്നെ ഞാൻ എണ്ണാനും നമുക്ക് വേണ്ട, താല്പര്യമില്ല. റംബൂട്ടാൻ വേണോടി? വേണ്ട, മതിയായോ? ഇച്ചിരി പുളി ഉണ്ടല്ലേ? വേണ്ട. നിന്നെ നാരായണി വിളിക്കുന്നു. ഓയ് പുളിയുണ്ടോ അമ്മേ? അയ്യോ, എനിക്ക് റംബൂട്ടാൻ വലിയ താല്പര്യമുള്ള സാധനമല്ല. എന്നും ഈ ടൈം ആകുമ്പം കറണ്ട് പോകും. 7 മണിയൊക്കെ കഴിയുമ്പോൾ 7:15 ആകുമ്പോൾ കറണ്ട് പോകും. ഇതാണോ കറണ്ട് കട്ടാണോ ഇത്?
പവർ കട്ടൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഉണ്ടോ? ഇരുട്ട് ഫുള്ള്. ശ്യാമള വരുന്നുണ്ട്. അല്ലേ എന്താ എന്തിനാ ഇരുട്ടത്തേക്ക് പോന്നേ? ഈ കറണ്ട് ഇല്ലാത്തപ്പോ ആ വീട്ടിലങ്ങ് ഇരുന്നാ പോരെ, എന്തിനാ ഇങ്ങ് പോന്നേ? എന്നാ പൊന്നെ എവിടെ ഇരുന്നോളൂ? കസേര ഇപ്പൊ ഞാൻ ഇരുന്നില്ല, നിന്നെ കാണത്തില്ലടി. നിന്നെ കാണണമെങ്കിൽ ഇതേ ഇങ്ങനെ ലൈറ്റ് ഇടണം. ആ ഇതാണ് ശാംഭവി. ശ്യാമള ആരാണി പിന്നെ കറണ്ട് പോയാലും പോയില്ലേ ഇങ്ങോട്ട് ഇരുന്നുള്ളതില്ല. വെട്ടം വേണ്ട. ആ ഇവിടെ ഉണ്ട്. ഓങ്കാരപ്പൊരുളായി. പിന്നെ അവൾ വരത്തൊന്നുമില്ല. ഇല്ല ഇപ്പൊ ഓക്കെ അല്ലേ? ഇത്രയും വെട്ടമുണ്ട്. വിളിച്ചു. ജയചാച്ചി പറഞ്ഞു ശാംഭവിയുടെ മര്യാദക്കൊക്കെ ഇരുന്നോളാൻ പറഞ്ഞു. പളനിക്ക് പോയിട്ടോ? ഞായറാഴ്ച പോട്ടോ